മലയാളത്തിലെ എക്കാലത്തെയും വലിയ എഴുത്തുകാരനാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ദിനത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നത്. ആ തരത്തിൽ അദ്ദേഹം ഒരു നക്ഷത്രമാണ്. അദ്ദേഹം മലയാള സാഹിത്യത്തിലെ പിന്നാലെ വരുന്നവർക്ക് അല്ലെങ്കിൽ വായനക്കാർക്ക്, മലയാളികൾക്ക് എന്നും വഴികാട്ടിയായി നിൽക്കുന്ന ഒരു നക്ഷത്രമായി MD എന്നും നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹം ഒരു എഡിറ്റർ എന്ന നിലയിൽ എൻ്റെ ചില ഓർമ്മകളാണ് ഞാൻ പങ്കുവച്ചത്. അത് പൂർണ്ണമാക്കാൻ അപ്പോൾ കഴിഞ്ഞില്ല. അദ്ദേഹം 3 മാനുസ്ക്രിപ്റ്റുകൾ തന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ആ 3 മാനുസ്ക്രിപ്റ്റുകൾ കുറേ കാലം ഞാൻ എൻ്റെ കൈവശം സൂക്ഷിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും അദ്ദേഹത്തിൻ്റെ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം മാനുസ്ക്രിപ്റ്റ് വായിച്ചോ, എഴുത്തുപ്രതി വായിച്ചോ എന്ന് സൂചിപ്പിച്ചു. അതിലേതെങ്കിലും ഒരു നോവൽ സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ KB ശ്രീദേവിയുടെ അഗ്നിഹോത്രം എന്ന നോവൽ ആണ് വായിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് നോവലിൻ്റെ പ്രമേയം. അപ്പോൾ അദ്ദേഹം അത് വായിച്ചിട്ടില്ല. ഞാനപ്പോൾ പറഞ്ഞു അന്ന് ഈ പറഞ്ഞ വരരുചിയുടെ അടക്കമുള്ള അവരുടെ ആ ഗോത്രമുണ്ടല്ലോ, ആ ഗോത്രത്തിൻ്റെ കഥയാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം മോഡേണൈസ് ചെയ്തിട്ടുണ്ടോ എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. പിന്നീട് അതെ എന്ന് ഞാൻ മറുപടി നൽകി. അതായത് നോവലിൻ്റെ പ്രമേയം അത് ചരിത്രമോ അല്ലെങ്കിൽ പുരാവൃത്തമോ അല്ലെങ്കിൽ ഇതിഹാസമോ എന്തുമാകട്ടെ, അതിന് ഒരുപക്ഷെ സമകാലികമായ മാനങ്ങൾ ഉണ്ടാകണം എന്ന ഒരു പാഠമാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് അന്ന് ലഭിച്ചത്. ഞാനത് ആ നോവലിലെ ഒരുപക്ഷെ എൻ്റെ തീർപ്പിന് വിട്ടതാണോ എന്നറിയില്ല. പിറ്റേ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആ നോവൽ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്നതായിട്ടുള്ള അറിയിപ്പ് വരികയും ചെയ്തു. അങ്ങനെയുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞു വന്നത്, അവിടെ പീരിയോഡിക്കൽസിൽ ജോലി ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇത്തരം അനുഭവങ്ങളുണ്ട്. അദ്ദേഹം മാനുസ്ക്രിപ്റ്റുകൾ എല്ലാവർക്കും കൊണ്ട് വായിപ്പിക്കും, വായിക്കാൻ കൊടുക്കും, ചില നിർദ്ദേശങ്ങൾ നൽകും, ചില പ്രത്യേക അസൈൻമെൻറ്റുകൾ നൽകും. അദ്ദേഹം ആഴ്ചപ്പതിപ്പിൻ്റെ ചുമതല വഹിക്കുന്ന സഹദേവനെ പോലുള്ള അല്ലെങ്കിൽ കഥ നോക്കിയിരുന്ന ശത്രുഘ്നനെ പോലെ, കവിത നോക്കിയിരുന്ന പ്രൊഫസർ KV രാമകൃഷ്ണനെ പോലുള്ള മറ്റ് ധാരാളം പേരുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുകയും എല്ലാവർക്കും അദ്ദേഹം ചില അസൈൻമെൻറ്റുകൾ നൽകുകയും ചെയ്യും.